സാങ്കേതിക വിദ്യ ടെക്നോളജി എപ്പോഴും മാറി മാറി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ ടെക്നോളജി അല്ല നാളെ വരുമ്പോഴും. അപ്പോൾ ടെക്നോളജിയെ മാറ്റി നിർത്തിയ ഒരു ലൈഫിൻ്റെ മുന്നോട്ടും ഇല്ല, കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇല്ല. അപ്പോൾ ടെക്നോളജിയെ മാറി വരുന്ന ടെക്നോളജികൾ കുട്ടികളുടെ പഠനത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് അൻസാറിൻ്റെ ഒരു റീഡിങ്? നല്ലൊരു ക്വസ്റ്റ്യനാണിത്. കാരണം എന്താ വെച്ചാല് അത് ഓരോ കുട്ടികൾക്കും ഓരോ കാര്യങ്ങൾ ഓരോ ശൈലിയിലാണ് അത് ഉണ്ടാവുക. നമുക്കൊരു പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് പഠിക്കാൻ നല്ല താല്പര്യമുണ്ട്, അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, പിന്നെ ഭയങ്കര ഫോക്കസ്ഡ് ആണ്, ലക്ഷ്യത്തിലേക്ക് എത്താൻ ഭയങ്കര ഫോക്കസ്ഡ് ആണെങ്കിൽ ഒരു പക്ഷെ അവനക്ക് ഓഫ്ലൈൻ സംവിധാനങ്ങളെക്കാളും നന്നാവുക ഓൺലൈൻ സംവിധാനമായിരിക്കും. കാരണം എന്താ വെച്ചാല് ഓഫ്ലൈൻ സംവിധാനം എന്ന് പറയുന്നത് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് ഒരു സിസ്റ്റം ബേസ്ഡ് ആയിട്ട് പോകുന്നതാണ്. കാരണം അവിടെ ഒരുപാട് കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ്. കാരണം അതിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിയുടെ സ്പീഡ് കുറയായിരിക്കും ചെയ്യുക. കാരണം ആ കുട്ടി സ്വന്തമായിട്ട് അതിനേക്കാൾ സ്പീഡിൽ പോണ കുട്ടിയായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ 100 കുട്ടികളുടെ ക്ലാസ് ആണെങ്കിൽ ആ 100 കുട്ടികൾക്ക് അനുസരിച്ചില്ല ക്ലാസ് പോവുക. അപ്പോൾ ചിലപ്പോൾ ആ കുട്ടിയുടെ സ്പീഡ് റെഡ്യൂസ് ചെയ്യാനാണ് അവിടെ കാരണമായിട്ട് വരിക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ കുട്ടിക്ക് അത് അപകടം ചെയ്യും. അപ്പോൾ ആ കുട്ടിക്ക് ഒന്നുകൂടി നല്ലത് ഓഫ്ലൈൻ ക്ലാസ്സിനേക്കാൾ നല്ലത് എന്താണ്, ഓൺലൈൻ. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ 1ാം റാങ്ക് കിട്ടുന്ന കുട്ടികൾക്ക് കുറേ ഓൺലൈൻ ക്ലാസ്സുകളിലാണ് ഉണ്ടാവുക. കാരണം വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എണീക്കാം, ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം, 10 മണിക്കൂർ പഠിക്കാം, 12 മണിക്കൂർ പഠിക്കാം, ഇഷ്ടമുള്ളപ്പോൾ കയ്യിൽ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഓൺലൈൻ സംവിധാനം നല്ലതാണ്. ഇനി വേറൊരു കുട്ടിയുണ്ട്, ഓനോ എന്താവണം എന്നറിയില്ല, എങ്ങനെ പഠിക്കണം എന്നറിയില്ല എന്നുണ്ടെങ്കിൽ ഓൻ്റെ അടുത്ത് നമ്മൾ കൊണ്ടുപോയിക്കാണ്ട് ഓൺലൈൻ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഓൻ അതിൽ വേറെ ഗെയിമോ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യോ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവനക്ക് അത് ചിലപ്പോൾ നെഗറ്റീവായിട്ടാണ് വരിക. കാരണം അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ നിരീക്ഷിക്കാനുള്ള കൃത്യമായ സിസ്റ്റം വെച്ചിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളിലൂടെ തന്നെ കൊണ്ടുപോകണം. അപ്പൊ രക്ഷിതാവ് കൃത്യമായിട്ട് ഇതിനൊരു തൻ്റെ കുട്ടി ഏത് രീതിയിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഈ ഓൺലൈൻ മീഡിയൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഒരു കാര്യം എന്താ വെച്ചാൽ അത് നമ്മൾ പഠിക്കേണ്ടത് എപ്പോഴും മക്കൾക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും, ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അപ്പുറത്തുള്ള കുട്ടി എത്രത്തോളം പഠിച്ചു എന്നോ അത് വെച്ചിട്ട് തൻ്റെ സ്ഥാനം എവിടെയെന്നോ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എന്താ, ചിലപ്പോൾ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് അപ്പുറത്തുള്ള കുട്ടിക്ക് 100 മാർക്കുണ്ട്, ഇവൻ 50 മാർക്കായിട്ടുള്ളൂ. പക്ഷെ ഇവൻ 50 മാർക്ക് വെച്ച് ഇവനെങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത് പോയി, ഞാൻ പഠിക്കുന്നുണ്ട് മാർക്കുണ്ട് കേൾക്കും. പക്ഷെ അത് അപ്പുറത്തെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അത് കോമ്പറ്റീഷൻ ഫേസിലേക്ക് എത്തുള്ളൂ. അപ്പോൾ കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി കുറച്ചും കൂടി കൂടുക ഓഫ്ലൈനിലാവുമ്പോൾ ഉണ്ടാവും. ഓഫ്ലൈനിൽ മറ്റു കുട്ടികൾക്ക് പഠിക്കുന്നത് കാണുമ്പോൾ, മറ്റു കുട്ടികളുടെ റിസൾട്ട് കാണുമ്പോൾ അവിടെ ഞാൻ ഇത്ര പഠിച്ചാൽ പോരെ ഇനിയും പഠിക്കണം എന്നുള്ള യാഥാർത്ഥ്യ കുട്ടിക്ക് തിരിച്ചറിയാനും അത് കുറച്ചുകൂടി നല്ല റിസൾട്ടിലേക്ക് എത്താനും സഹായിക്കാൻ സാധ്യതയുണ്ട്.